വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ റീസൈക്ലിംഗ് ഗോഡൌണുകളിൽ തീപിടുത്തം. മാന്യതയില്ലാത്ത വസ്ത്രധാരണം, വിദേശ വനിതകൾ അറസ്റ്റിൽ. കൗമാരക്കാരായ ആൺകുട്ടികളിൽ പുകവലിശീലം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസി നിര്യാതനായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പ്ലാസ്റ്റിക്, തടി എന്നിവ റീസൈക്ലിംഗ് ചെയ്യുന്ന 2 ഗോഡൌണുകളിൽ വൻ തീപിടുത്തം. സംഭവം അറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘം തീ നിയന്ത്രണ വിധേയമാക്കി. CDAയുടെ സമയോചിത ഇടപെടൽ മൂലം തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മസ്കത്ത് ഗവർണറേറ്റിൽ പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറിയതിനും വസ്ത്രധാരണ നിയമങ്ങൾ ലംഘിച്ചതിനും വിദേശ വനിതകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് പിടിയിലായത്. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പൊതുധാർമ്മികത ലംഘിച്ചതിന് പുറമെ ഒമാനിലെ തൊഴിൽ നിയമങ്ങളും വിദേശികളുടെ താമസാനുമതിയുമായി ബന്ധപ്പെട്ട റെസിഡൻസി നിയമങ്ങളും ഇവർ ലംഘിച്ചതായി അധികൃതർ കണ്ടെത്തി. അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ROP അറിയിച്ചു. രാജ്യത്തെ നിയമങ്ങളും സംസ്കാരവും പൊതുമര്യാദകളും എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിലെ കൗമാരക്കാരായ ആൺകുട്ടികളിൽ 7.5% പേർ നിലവിൽ പുകവലി ശീലമുള്ളവരാണെന്നും 40%-ലധികം പേർ മറ്റുള്ളവർ പുകക്കുന്ന ശ്വാസം ഏൽക്കേണ്ടി വരുന്ന പാസീവ് സ്മോക്കിങ്ങിന്റെ ഇരകളാണെന്നും പുതിയ പഠന റിപ്പോർട്ട്. ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡാണ് ഈ ഗവേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കൗമാരക്കാരിൽ പുകയിലയുടെ ഉപയോഗവും പരോക്ഷ പുകവലിയും രാജ്യത്തെ പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. പഠനത്തിൽ പങ്കെടുത്ത 17.6% ആൺകുട്ടികളിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുകവലി പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരാണെന്നും ഇതിൽ ഭൂരിഭാഗം പേരും 14-നും 15-നും ഇടയിലുള്ള പ്രായത്തിലാണ് ഈ ശീലത്തിലേക്ക് എത്തിയതെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ ജൂഡ പ്രശാന്ത്, ഡോക്ടർ ഫിദ അൽ ഗിലാനി എന്നിവരടങ്ങുന്ന സംഘമാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. പുകവലിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് 61.7% പേർക്കും വ്യക്തമായ അറിവുണ്ടെങ്കിലും സുഹൃത്തുക്കളുടെ സ്വാധീനവും പരോക്ഷ പുകവലിയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും കൗമാരക്കാരെ ഇതിലേക്ക് നയിക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ പുകവലി മൂലം ഒമാന് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നുണ്ട്. പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സാ ചെലവ്, ജോലിസ്ഥലങ്ങളിലെ ഉൽപാദനക്ഷമത കുറവ്, അകാല മരണം എന്നിവ കണക്കിലെടുത്താൽ രാജ്യത്തിന് പ്രതിവർഷം $600 മില്യൺ നഷ്ടം വരുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. യുവാക്കൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം കൂടുതൽ കർശനമാക്കണമെന്നും 14 വയസ്സിന് മുൻപ് തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മെയ്സ്വയിൽ പ്രവർത്തിക്കുന്ന ഗൾഫ റെഡിമിക്സ് പ്ലാന്റിന്റെ ജനറൽ മാനേജറായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ നിര്യാതനായി. തൃശൂർ കൊടുങ്ങല്ലൂർ എറിയാട് കറുകപ്പാടത്ത് പുത്തൻ വീട്ടിൽ എഞ്ചിനീയർ അബ്ദുറഹ്മാന്റെയും കുഞ്ഞിത്തൈച്ചാലിൽ ഗുൽസു ടീച്ചറുടെയും മകനാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഒമാനിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയ്ക്കായി 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. പ്രവാസ ജീവിതത്തിനൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാന്റെ വിയോഗം സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പ്രവാസ സമൂഹത്തിനും വലിയ നഷ്ടമായി. ഭാര്യ കുഞ്ഞുമോൾ, മക്കൾ ജഹനാര, റോഷ്നാര, മരുമക്കൾ ആഫിസ്, കെവിൻ, സഹോദരങ്ങൾ ഹബീബ്, റഹ്മാൻ, സെബു, ഡോക്ടർ സൗദ എന്നിവരാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.